ബൈ. വരൂ വരൂ. ആഹാ ദേവു, വാ വാ. എത്ര ആയി കണ്ടിട്ട്? മോളെ ചോറ് വിളുമ്പോ ദേവുന്. ചോറ് വിളുമ്പട്ടെ എന്നാ. വാ ഇരിക്കാൻ പോയി. ചോറ് വിളുമ്പോ ഞാൻ തിന്നാം. അയ്യോ വേണ്ട, ചോറ് വേണ്ട വേണ്ട. വയറ് ഫുള്ളാ. കല്യാണത്തിനല്ലേ പോയത്, പിന്നെ ചോദിക്കണോ? വെള്ളം വേണ്ട. ഇപ്പം അതേ ഞാൻ പോവുകയെ, ഇപ്പം തന്നെ പോവുകയെ. വെറുതെ ഇങ്ങോട്ട് വെണ്ണ വഴി ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം പോലും വേണ്ടല്ലോ. ഇത്ര ഫുള്ളായി പോയോ വേറ്? എന്താ മോനെ? അമ്മായി പോകുമ്പോൾ ഞാനും കൂടെ വരട്ടെ 2 ദിവസം നിൽക്കാൻ? അയ്യോ കൂട്ടാ, അത് നീ വന്നിട്ട് പോകണമെങ്കിൽ പൊക്കോ. നിൽക്കാനായിട്ട് കുറച്ച് ദിവസം നിൽക്കാന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ പിന്നെ പറയാം കേട്ടോ അമ്മായി, പിന്നെ പറയാം. പിന്നെ ഒരിക്കൽ പറയാം. അത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അസൗകര്യമുണ്ട്, അതാണേ. ഒന്നും വിചാരിക്കില്ല കേട്ടോ. ഞാനേ മതി, പ്ലേറ്റ് കൊണ്ട് വെച്ചിട്ട് വരട്ടെ, എന്നിട്ട് വെക്കാനും പറയാം. ആ പിന്നെ ദേവു, ഒന്ന് അവനെ കൊണ്ട് നിർത്തി. നീ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. ആ ചേച്ചി ഇല്ല ചേച്ചി, അത് കുറച്ച് അസൗകര്യമൊക്കെ ഉണ്ട്. ജോലിക്ക് പോകണമെന്നല്ല, ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ, ഒന്നുമല്ല. എന്നാലും പിള്ളേരെല്ലാവരും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇപ്പം ഇവനൊക്കെ വന്ന് നിന്ന് കഴിയുമ്പോഴേ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണമെങ്കിലൊക്കെ അവൻ്റെയും കൂടെ സമയം സൗകര്യമൊക്കെ നോക്കിയിട്ട് വേണ്ടിയിട്ടില്ലേ പോകേണ്ടത് വല്ലതും ഒക്കെ. പിന്നെ കുഴപ്പമില്ല, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പം പോന്നോട്ടെ അവൻ, എന്നിട്ട് നമുക്ക് അവൻ നിൽക്കട്ടെ. പിന്നെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അവനെ എനിക്കെന്താ, എന്താണ് അമ്മയായിട്ട്? ഓ അമ്മയായിട്ടൊന്നുമില്ല, അമ്മോട് ഞാൻ പറഞ്ഞതാണ്. പിള്ളേർ പറഞ്ഞാലും നമ്മൾ പിള്ളേരെ മനസ്സിലാക്കണ്ടേ. പിള്ളേരായാലും ശരി, ആരായാലും ശരി, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാണ്ട് അവരെ നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ മനഃപൂർവ്വമൊന്നും ആവില്ലല്ലോ, നമ്മുടെ അസൗകര്യങ്ങൾ കൊണ്ടായിരിക്കില്ലേ. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കല്ലേ വേണ്ട. അതിന് പകരം ചേച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്താ വിചാരിക്കണേ? അത് പറഞ്ഞതേ ഉള്ളൂ. അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കേ. എന്താടി എൻ്റെ അമ്മ മുഖം കൊണ്ട് തിരിച്ചു വെച്ചേക്കണേ? ഞാൻ പറഞ്ഞ ഇഷ്ടമായില്ല എന്ന് തോന്നണു. ഞാൻ പിണങ്ങിയതൊന്നുമല്ല. എന്താ അവനെ നിർത്തിയ? അതല്ലേ ചോദിച്ചുള്ളൂ. ആ കൊച്ചൊന്ന് 2 ദിവസം വന്ന് നിന്നു എന്ന് വെച്ചിട്ട് എന്താ ദേവു നിനക്ക്? എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഉണ്ടാകാൻ പോണേ? ഒരാഴ്ച അവൻ വന്ന് നിന്നോണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഞാനൊന്നും പറയണില്ലേ. നിങ്ങളൊക്കെ സർവ്വജ്ഞരെല്ലാം തികഞ്ഞവർ. എന്തെന്ന് അമ്മേ പറയണേ? എൻ്റെ ചേച്ചി, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അവനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊന്നും അല്ല പറഞ്ഞത്. അവളുടെ മോനല്ലേ, അവൻ്റെ മോനല്ലേ, 2 പേരും എനിക്ക് കാര്യമാണ്, അറിയാലോ. പിന്നെ എന്താ ഞാൻ പറയേണ്ടത് ഇതിന് ഉത്തരം? നമ്മളുടെ ഓരോ അസൗകര്യങ്ങൾ മനസ്സിലാക്കണ്ടേ. അവന് മനസ്സിലാക്കാനായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാനാവുന്നവർ പറഞ്ഞു കൊടുക്കണം, അങ്ങനെയല്ലേ വേണ്ടത്. അതല്ലാതെ അങ്ങനെ കുറ്റം പറയല്ലേ ചേച്ചി. അങ്ങനെ നമ്മളത് കൊണ്ടുപോകണ്ടെന്ന് വെച്ചിട്ടൊന്നുമല്ല. അപ്പം ഞാൻ എന്തായാലും പോട്ടെ, കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒന്ന് കിടക്കണം പോയിട്ട്, പിന്നെ വരാം. മോൻ പിന്നെ കൊണ്ടുപോകാം കേട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ല, അവിടെ എല്ലാവരും ഉണ്ട് മോനെ. അപ്പോൾ നീ കൂടെ വന്നു കഴിയുമ്പോഴേ ആകെ ഒരു അസൗകര്യമാവില്ലേ, അതുകൊണ്ടാട്ടോ, വേറെ ഒന്നുമല്ല. നിനക്ക് തന്നെ ആലോചിച്ച് അറിഞ്ഞൂടെ? പോകാനും വരാനും അതും ഇതൊക്കെ ഉണ്ട്. അവർ ലീവിന് വന്നേക്കണ സമയമല്ലേ, അതാട്ടോ. അപ്പം പോയിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ മായി വിളിക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് ദിവസം വന്നിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ പോട്ടെ എന്നാൽ. ശരി, പോട്ടെ പോട്ടെ ചേച്ചി. ശരി എന്നാൽ. ആ ശരി ദേവു എന്നാൽ. ആ ശരി, പിന്നെ കാണാം. ശരി. അമ്മായി പോയി. എന്തെന്നാ അമ്മ ഈ പറയണേ? അമ്മ അങ്ങേരുടെ അമ്മായിയല്ലേ. അമ്മ എന്തിനീ വേണ്ടാത്തവർക്കാ പോണേ? അവർക്ക് ഇഷ്ടമല്ല, അവർ നിർത്തണില്ല, അത്രയല്ലേ ഉള്ളൂ കാര്യം. പിന്നെ അവർ പറഞ്ഞാലും എന്തെന്ന് എത്ര തെറ്റുള്ളത്? അദ്ദേഹം തെറ്റ് പറയാൻ പറ്റുമോ അവരുടെ ഭാഗത്തുനിന്ന്? ശരിയല്ലേ അവർ പറഞ്ഞതൊക്കെ? അല്ല മോളെ, ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ അമ്മായിക്ക് എന്തോ ഒന്ന് ആ കൊച്ചിനൊന്ന് കൊണ്ടു നിർത്തിയാൽ എന്താ? അവൻ 2 ദിവസം ഒന്ന് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞേന്. ഓ എന്താ പെണ്ണുപിള്ളയുടെ അഹങ്കാരം. അവർക്ക് പിന്നെ പറയാം, 2 ദിവസം കഴിയട്ടെ.
ഇപ്പം എന്താ അവരെന്താ ഇന്ത്യൻ പ്രസിഡൻറ്റോ? ഇന്ത്യൻ പ്രസിഡൻറ്റിനുണ്ടാവില്ലല്ലോ ഇത്രയും തിരക്ക്. അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ സ്വാതന്ത്ര്യമില്ലേ? അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇതൊക്കെ പറഞ്ഞാൽ ശരി, കുറച്ച് ദിവസം ഒരാൾ 2-3 ദിവസം നിന്നാൽ പോലും ബുദ്ധിമുട്ടാണത്. പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരായാലും ശരി, തള്ളേരായാലും ശരി, ആരായാലും ശരി, നമ്മൾ എന്തിനാ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോണത്? നമുക്ക് അവൻ്റെ സമയം പോകണമെന്നുണ്ടെങ്കിൽ അവൻ എവിടെയെങ്കിലും പോട്ടെ. ഞാൻ പറഞ്ഞിട്ടുള്ള അവരുടെ പുറത്തിറങ്ങി പോകും, കളിക്കാൻ പോകും, അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് ജിമ്മിലും മറ്റേ പാർക്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി അങ്ങനെയൊക്കെ 2 ദിവസം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരെ കിട്ടുക. അല്ലെങ്കിൽ തന്നെ അവന് കൂട്ടുകാരെങ്കിലും ഒക്കെ ഇല്ലേ? അങ്ങോട്ട് കൊണ്ട് നീങ്ങാൻ കഴിയില്ല. എവിടെ ഇരുന്നിട്ട് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ എന്താ മറ്റേ കസിൻ്റെ വീട്ടിലേ പോവുള്ളൂ, ഇവിടെ പോവുള്ളൂ. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അവരൊരു വീട് പണിതിട്ടിരിക്കുന്നത് എന്തിനാ? നീ എന്താ ഈ പറയണേ? എന്താ നിൻ്റെ ഭർത്താവിൻ്റെ അമ്മായിയോട് ഞാൻ വേണ്ടിപ്പോയാൽ നിനക്ക് ഒന്നോ അവരൊക്കെ വലിയ കൊമ്പത്തെ ആൾക്കാരായിരിക്കും അല്ലേ? അവർക്കൊക്കെ എന്തോ ആവാമല്ലോ. ആ ചെക്കനൊന്ന് 2 ദിവസം കൊണ്ടേ നിർത്താൻ പറഞ്ഞതിനാണ് പെൺപിള്ള. ആയി പറഞ്ഞതുപോലെ ഒന്ന് പുറത്തേക്ക് പോകണം. ഒന്നിച്ച് എല്ലായിടത്തും പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അവനും പുറത്തേക്ക് പോകും. അവനും അവിടെ ഇരുന്ന് അവിടെ ഇരിക്കുമോ? ഇല്ല. ഞാനും പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആരാദ്യം വരും? ഇവൻ വരവൻ്റെ വരെ നോക്കണമല്ലോ, ഇവൻ വന്നിട്ട് വേണമല്ലോ എനിക്ക് പോകാൻ. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രശ്നങ്ങളുണ്ട് അവിടെ. അങ്ങനെ ഒന്നൊന്നുമല്ല, എത്ര നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്ന് നിന്നാലേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ അമ്മ മാറുമല്ലോ. അപ്പം അമ്മ സമ്മതിക്കുമോ? അപ്പോൾ വലിയ വർത്തമാനം പറയാനുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത വർത്തമാനത്തിന് പോകണം? എന്തെന്ന് ആലോചിക്കാൻ. ഞാനാണെങ്കിൽ നിർത്തും. പിന്നെ നമുക്കെന്താ സൗകര്യം? അവർ പറഞ്ഞ് ശരിയാണെന്ന് ആലോചിച്ച് നോക്കി അറിയാവുന്ന കാര്യമുള്ളൂ. തിരിച്ച് ചിന്തിക്കുക, എന്ത് കാര്യവും തിരിച്ച് ചിന്തിക്കുക. എനിക്കതാ തോന്നാറുള്ളത്. ആരെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യണ കാര്യം അതാണ്. അമ്മ പറഞ്ഞു തന്നിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും ശരി, ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യം അതാണ്. ആരെന്ത് എന്നോട് നോ പറഞ്ഞാലും യെസ് പറഞ്ഞാലും എന്ത് അഭിപ്രായങ്ങൾ പറഞ്ഞാലും അങ്ങനെ ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ അത് ആലോചിക്കും എൻ്റെ മനസ്സിലിട്ട്. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ? അപ്പോൾ എങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് അവരായിരുന്നെങ്കിലോ? ഇങ്ങനെ തിരിച്ചും മറിച്ചും നമ്മളതിനെ ഇട്ട് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞാലേ അതിന് കറക്റ്റായിട്ടുള്ള നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശരി കേട്ടോ, ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അവരായിട്ട് ചിന്തിക്കുക, അവർ ഞാനായിട്ട് ചിന്തിക്കുക, ഇതെന്നൊക്കെ പറയണേ നീ? എനിക്കിപ്പോൾ ഇത്രയൊക്കെ പറ്റൂ. ഞാനാണെങ്കിൽ ചെയ്യും. ഒന്ന് പാട് നോക്കി പോ. എന്തായാലും ശരി. ഇനിയിപ്പോൾ അത് ചെയ്യുന്ന അമ്മായി ആയതുകൊണ്ട് കൊള്ളാം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കും, പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എന്നാലും അമ്മായി വന്ന് പോയതുകൊണ്ട് എനിക്ക് സുഖമായി. ഒന്നോ നമ്മൾ എന്തിനും മിണ്ടുമ്പോഴേക്കും ഇതിന് നിൽക്കുക അല്ലേ? ഷണ്ട എന്താ കിട്ടണേ? എവിടെ പിടിച്ച് തൂങ്ങാന്നുള്ളതാണ് ചിന്തിക്കണേ. തിരിച്ച് ചിന്തിക്കില്ല ഒന്നിനും. അവരങ്ങനെ പറഞ്ഞു, ഞാനായിരിക്കും എങ്ങനെയാണ് പറയണേ? അത് ചിന്തിക്കണം. അമ്മയായാലും ആരായാലും ശരി, ഞാൻ വഴക്കുണ്ടാക്കുമൊന്നുമല്ല, പറഞ്ഞു പോയതാ. ഞാൻ അങ്ങനെ ചെയ്യണേ, എനിക്കങ്ങനെ തോന്നാറുണ്ട്. എനിക്കും ഇത്രയും പ്രായമൊക്കെ ആയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞേ. ഇപ്പോഴൊന്നല്ല, പണ്ടാണെങ്കിലും എനിക്കങ്ങനെ തോന്നാറുണ്ട്. വളരെ അപൂർവം ചിലപ്പോൾ പറ്റിപ്പോവും ചിന്തിക്കാണ്ട് ചെയ്യുമ്പോൾ. ചിന്തിച്ച് ചെയ്താൽ നമുക്ക് തോന്നില്ല അതൊന്നും. അങ്ങനെ അവർ പറഞ്ഞത് തെറ്റാന്ന് പറയാൻ തോന്നില്ല. അത്രേ ഉള്ളൂ. ഇവിടെ ഇത് പറഞ്ഞ ഞാൻ പോവാം. അല്ല, അമ്മായി പറഞ്ഞത് തെറ്റല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ അവർ? ശരിക്കല്ലേ? അവർക്കൊന്നും കൊണ്ട് നിർത്തിയാൽ എന്തോ? അവൾ പറഞ്ഞാലും കാര്യമുണ്ടോ? തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളവരുടെ സ്ഥാനത്ത് നിന്ന് അങ്ങനെയൊന്നും